ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ റോണിയുടെ വൈഫാണ്. പക്ഷേ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അഗ്രികൾച്ചറിൽ. എൻ്റെ സർവീസ് ബാങ്കിങ് സർവീസാണ്. ഞാൻ 2007 ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സേവനം ആരംഭിച്ചു. പക്ഷേ അവിടുന്ന് ധനലക്ഷ്മി ബാങ്കിലേക്ക്, അതൊരു കോൺട്രാക്ട് ബേസിസ് ആയിരുന്നു, ധനലക്ഷ്മി ബാങ്കിലേക്ക് പ്രൊബേഷണറി ഓഫീസറായി 2007 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ മുതൽ തൃശ്ശൂർ വരെ ഇപ്പോൾ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു തഴവ ധനലക്ഷ്മി ബാങ്കിൽ. ഒരു സാധാരണ ഒരു കർഷകരൊക്കെ ലോണിന് സമീപിക്കുന്നത് ബാങ്കിലാണ്. സമീപിക്കുമ്പോൾ ഒരു അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് എന്ന നിലയിൽ നമുക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാവുകയും ഉചിതമായ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒരു ഷോർട്ട് പീരീഡിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരുപാട് പേര്, പ്രായം ഉള്ളവരാണ് മിക്കവാറും സ്കെയിൽ 3 സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു അഗ്രികൾച്ചറൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഹഡിൽസ് എല്ലാം തരണം ചെയ്ത് ബാങ്കിൽ നന്നായിട്ട് സേവനം ചെയ്യാൻ പറ്റുന്നത്. ഇവിടം വെച്ച് തന്നെ നോർമലി ലേഡീസ് ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം കേരളത്തിന് പുറത്ത് പോകേണ്ടി വരും, വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും 2-വീൽ തന്നെ ആൾക്കാർ പോകാൻ മടിക്കും. നമ്മൾ ലേഡീസ് വിചാരിക്കും ആ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മൾ കുട്ടികളെയൊക്കെ നോക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അപ്പം നമുക്ക് മുന്നോട്ട് വരുവാനും ഒരു ഊർജ്ജസ്വം. നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ കാർഷികോളജി പഠിക്കുമ്പോൾ ഒരുപാട് ക്ലബ്ബുകളും നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ 17 വർഷത്തെ സർവീസിൽ എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു മാനേജറായിട്ടിരിക്കുമ്പോൾ കർഷകർക്ക് അത്യാവശ്യം നമ്മുടെ ബാങ്കിൽ വരുന്ന കർഷകർക്ക് നന്നായിട്ട് സേവനം ചെയ്യുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. താങ്ക് യു.